ദേവീ ശരണം അമ്മേ വിശ്വത്തിൻ നിർവരമ്പേ, വിരുതൊടു സകലം കാത്തഴിക്കുന്നവമ്പേ, വിജ്ഞാനജ്ഞാനകം കാമ്പേ, കനിവൊടുകതന കണ്ണുനീർ നീക്കുമമ്പേ, ഭക്ത്യാ വാഴ്ത്താം കുരുമ്പേ, പ്രണത ജനമനോമന്ദിരപ്പോൽ തിടമ്പേ, മന്ദിരപ്പൊൽ തിടമ്പേ, ഭംഗ്യാ വന്നന്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ഭക്തജനങ്ങൾക്കും പാദനമസ്കാരം. ശ്രീമദ് ദേവി ഭാഗവതം ഷഷ്ഠസ്കന്ധം 9-ാമത്തെ അധ്യായം നഹുഷ ചരിതം വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നു. ഋഷികളെ സപ്തഋഷികൾ കൊണ്ട് പല്ലക്കിലടിപ്പിച്ച് അതിൽ കയറിയിരുന്ന കാമാർത്തനായ നഹുഷൻ ദുർബുദ്ധി കാരണം, അല്ലെങ്കിൽ ദേവിയുടെ മഹാമായ കാരണം അഗസ്ത്യമുനിയെ സർപ്പ വേഗം നടക്കൂ എന്ന് പറഞ്ഞ് ചവിട്ടി തന്റെ കാലുകൊണ്ട് എന്ന് മാത്രമല്ല ചാട്ടവാറുകൊണ്ട് അടിച്ചു. അടിയും ചവിട്ടും കൊണ്ട അഗസ്ത്യ ഋഷിക്ക് കോപം വന്ന് ഇതാ നഹുഷനെ അഗസ്ത്യൻ ശപിച്ചു എന്ന് പറഞ്ഞാണ് അവിടെ നിർത്തിയത്. എന്താ ശപിച്ചത്? സർപ്പോ ഭവദ്ദുരാചാരവനെ ഘോരവപുർമഹാൻ ബഹുവർഷസഹസ്രാണി യത്ര ക്ലേശോ മഹാൻ ഭവേത്. ഹേ മര്യാദ കെട്ടവനെ, നീ വനത്തിൽ ഘോരരൂപിയായിട്ടുള്ള ഒരു സർപ്പമായി തീരട്ടെ, അവിടെ കിടന്ന് അനേകായിരം വർഷം വലിയ ക്ലേശം അനുഭവിക്കാൻ ഇടവരട്ടെ. അവിടെ അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ സ്വർഗം നിനക്ക് ഇതിനുള്ള ദോഷമായിക്കൊണ്ട് ഈ പ്രവൃത്തിക്കുള്ള ശിക്ഷയായിക്കൊണ്ട് നീ പെരുമ്പാമ്പായിട്ടത് ആ വനത്തിൽ അനേകായിരം വർഷങ്ങൾ കഴിഞ്ഞ് പിന്നെ നിനക്ക് സ്വർഗം ലഭിക്കും. അവിടെ വെച്ച് യുധിഷ്ഠിരനെ കണ്ട നിനക്ക് ശാപമോക്ഷം ലഭിക്കും എന്ന് ശാപവും ശാപമോക്ഷവും കൊടുക്കണോ? നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ധർമ്മപുത്രൻ പറയുന്ന ഉത്തരം കേട്ടിട്ട് നിനക്ക് ശാപമോക്ഷം ലഭിക്കും എന്ന് ശാപവും ശാപമോക്ഷവും അഗസ്ത്യൻ ഇതാ കൊടുക്കണു. നഹുഷന് ഇങ്ങനെ അഗസ്ത്യനാൽ ശപിക്കപ്പെട്ട ആ നഹുഷൻ അപ്പോഴാണ് താൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്തത്. ദേവിയുടെ ആ മായ പ്രഭാവം പോയത് കാരണമാവാം അഗസ്ത്യനെ ശരിക്കും ഇപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അഗസ്ത്യനെ സ്തുതിച്ചു, നമസ്കരിച്ചു. എന്നിട്ട് സ്വർഗത്ത് നിന്ന് ഉടൻ തന്നെ നിലംപതിച്ച ഒരു സർപ്പമായി തീർന്നു. ഉടൻ തന്നെ ദേവഗുരു ബൃഹസ്പതി ഇതെല്ലാം കണ്ടറിഞ്ഞ് മാനസ സരസ്സിലേക്ക് പോയി ദേവേന്ദ്രനോട് വൃത്താന്തങ്ങളൊക്കെ വിസ്തരിച്ചു പറഞ്ഞു. ദേവേന്ദ്രനായ നഹുഷൻ സ്വർഗത്ത് നിന്ന് വീണതും മറ്റുമായിട്ടുള്ള കഥകള് ദേവേന്ദ്രൻ ശ്രവിച്ചു. സന്തുഷ്ടനായി അവിടെ തന്നെ നിന്നു. നഹുഷൻ ഭൂമിയിൽ പതിച്ചിട്ട് കണ്ട ദേവന്മാരും മഹർഷിമാരും എല്ലാം ദേവേന്ദ്രൻ സ്ഥിതി ചെയ്യുന്ന മാനസ സരസ്സിലേക്ക് ചെന്നു. ദേവന്മാരും മുനികളും എല്ലാം ചെന്ന് ദേവേന്ദ്രനെ ആശ്വസിപ്പിച്ചു. ബഹുമാനപൂർവം ആ ശചി പതിയെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. സ്വർഗത്തെ എത്തിച്ചേർന്ന ദേവേന്ദ്രനെ ദേവന്മാരും മുനിമാരും എല്ലാം ചേർന്ന സിംഹാസനത്തിൽ അവരോധിച്ചിരുത്തി മംഗളാഭിഷേകം ചെയ്തു. ഇന്ദ്രനാകട്ടെ സിംഹാസനം ലഭിച്ചതിന് ശേഷം ഭാര്യയായ ശചിയോടുകൂടി സ്വർഗത്തിലെ രമ്യമായ നന്ദനവനത്തിൽ സപ്രേമം വിഹരിച്ചു എന്ന് പറയാണ്. അങ്ങനെ നഹുഷൻ തന്റെ അശ്വമേധയാഗങ്ങളാൽ ആ ഇന്ദ്രസ്ഥാനം നേടിയതും ആ ഇന്ദ്രസ്ഥാനത്തിൽ ഇരുന്ന രജോ ഗുണപ്രഭാവം കൊണ്ടും ദേവിയുടെ മായ കൊണ്ടും
ദുർബുദ്ധി അവനിലുണ്ടായതും ശചീദേവിയെ പ്രാപിക്കണമെന്നുള്ള അസ്ഥാനത്തായിട്ടുള്ള ധർമ്മത്തിന് നിരക്കാത്ത അധർമ്മമായിട്ടുള്ള ചിന്ത അവനിൽ കടന്നുകൂടിയതും ദേവിയുടെ കൃപയാൽ ദേവിയുടെ അനുഗ്രഹത്താൽ ഇന്ദ്രാണി ആ നഹുഷനെ തൻ്റെ കാമത്തിൽ മയക്കി സത്യം ചെയ്യിപ്പിച്ചതും ആ ദേവേന്ദ്രനെ കൊണ്ട് അധർമ്മമായിട്ടുള്ള പ്രവൃത്തി എല്ലാവരാലും വന്ദിക്കപ്പെടുന്നതായിട്ടുള്ള സപ്തർഷികളാൽ തന്നെ ആ മഞ്ചൽ ഏറ്റാൻ അവരെ തന്നെ വാഹനമാക്കാൻ പ്രചോദനം ചെയ്തതും അറിയാത്ത കാമാസക്തനായ ദേവിയുടെ മായയിൽ മുഴുകിയ നഹുഷർ അതിനുവേണ്ടി സപ്തഋഷികളെ ആജ്ഞാപിക്കുന്നതും അവർ പല്ലക്ക് ചുമന്ന് നടക്കുമ്പോൾ ഇന്ദ്രാണിയിൽ കാമാസക്തനായിട്ടുള്ള അവൻ ഇന്ദ്രാണിയെ എത്രയും വേഗം പ്രാപിക്കണം എന്നുള്ള ദുർബുദ്ധി നിമിത്തം തപോധജ്ഞനായിട്ടുള്ള ആ മഹർഷിയെ അഗസ്ത്യനെ സർപ്പസർപ്പ എന്ന് പറഞ്ഞുകൊണ്ട് കാലുകൊണ്ട് ചവിട്ടുകയും വേഗത്തിൽ നടക്കാനായിക്കൊണ്ട് ചാട്ട കൊണ്ടടിക്കുകയും ചെയ്തു. തത്ഫലമായിട്ട് മഹാമുനിയായിട്ടുള്ള ആ അഗസ്ത്യൻ ഭൂമിയിൽ പെരുമ്പാമ്പായി പോകട്ടെ എന്ന് ശപിച്ചതും ആ ശാപത്തിൽ നിന്നും എങ്ങനെ മോക്ഷം കിട്ടുമെന്ന ശാപമോക്ഷം നൽകിയതും അതനുസരിച്ച് ഇതാ സദാചാരനായിരുന്നതായിട്ടുള്ള നൗഷൻ കാമാർത്തനായിട്ട് മുനിമാരെ തന്നെ അനാദരവ് ചെയ്തത് മൂലം ഭൂമിയിൽ പതിച്ചതും സർപ്പമായിട്ട് പതിക്കേണ്ടി വന്നതുമായിട്ടുള്ള കഥ ബ്രഹ്മഹത്യാ ശാപം നേടിയ ഇന്ദ്രൻ ദേവിയുടെ അനുഗ്രഹത്താൽ വിഷ്ണു ഉപദേശിച്ചതനുസരിച്ച് അതെല്ലാം പലർക്കും 4 പേർക്കും വിഭജിച്ചു കൊടുത്ത് ബ്രഹ്മഹത്യാ ശാപത്തിൽ നിന്നും മുക്തനായി ദേവിയുടെ അനുഗ്രഹത്താൽ വീണ്ടും തിരിച്ചു വന്ന് ആ സ്വർഗാധിപത്യം നേടിയതുമായിട്ടുള്ള ഭാഗങ്ങളെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇങ്ങനെ അത്യന്തം ദാരുണമായ ദുഃഖം ദേവേന്ദ്രനും അനുഭവിക്കേണ്ടതായിട്ട് വന്നു. മഹാമുനിയും കാമരൂപനും അസുരനുമായിരുന്ന വിശ്വരൂപനെ കൊന്നിട്ട് ദേവീപ്രസാദത്താൽ ദേവേന്ദ്രൻ വീണ്ടും സ്വസ്ഥാനം നേടിയെടുത്തു. ഹേ രാജാവേ, ഹേ ജനമേജയ, എന്നോട് അങ്ങ് ചോദിച്ചതും വൃത്രാസുരന്റെ വധത്തെ സംബന്ധിച്ചതുമായിട്ടുള്ള ഉത്തമമായിട്ടുള്ള ഈ കഥ ഞാനിതാ അങ്ങോട്ട് വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഏതു തരത്തിലുള്ള കർമ്മമാണോ ചെയ്യുന്നത്, അല്ലേ, യാദൃശം കുരുതേ കർമ്മ താദൃശം ഫലമാപ്നുയാത് അവശ്യമേവ ഭോക്തവ്യം കൃതം കർമ്മ ശുഭാശുഭം. ഏതു തരത്തിലുള്ള കർമ്മമാണോ ചെയ്യുന്നത് അതിന് തക്ക ഫലവും ലഭിക്കും. ചെയ്ത കർമ്മത്തിന്റെ ഫലം ശുഭമായാലും അശുഭമായാലും അതനുസരിച്ചിട്ടുള്ള ആ പാപപുണ്യഫലങ്ങളെ കർമ്മഫലങ്ങളെ അനുഭവിച്ചേ തീരൂ എന്ന് പറഞ്ഞുകൊണ്ട് വ്യാസനിത ആ വൃത്രാസുര ചരിതത്തിനെയും തദ്വാര ഇന്ദ്രന് അനുഭവിക്കേണ്ടി വന്ന ബ്രഹ്മഹത്യാദി ശാപങ്ങളെയും അതിനെ സംബന്ധിച്ച് നടന്നതായിട്ടുള്ള നൗഷന്റെ കഥയെയും ഇവിടെ ഇതാ വിസ്തരിച്ചു പറഞ്ഞതോടുകൂടിയിട്ട് ഈ 9ാമത്തെ അധ്യായം ഷഷ്ഠസ്കന്ധം ഇവിടെ പരിസമാപിക്കണം. അത് ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇനി നമുക്ക് നാളെ മുതൽ അടുത്ത അധ്യായങ്ങളിലേക്ക് പ്രവേശിക്കാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. സമയമായതുകൊണ്ട് എല്ലാവർക്കും ദേവിയുടെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാദേവ്യൈ